ബേബിയാണ് ആ വീട്ടിലെ കൊച്ചേട്ടൻ നല്ല സൂപ്പർ ചിരിയാണ്. ഒരു 2000 രൂപ ചെന്നാൽ കിട്ടായിരിക്കും. നീ ഒന്ന് പോയടക്ക കഴിഞ്ഞ പ്രാവശ്യം ആ നാറിയുടെ അടുത്ത് 2000 രൂപ പറഞ്ഞ് എഴുതിക്കാൻ ചെന്നിട്ടേ അവൻ പറയാ മണ്ടപോയത് എങ്ങനെ ചൂട്ട കൊതുമ്പോ ഉണ്ട് അതെല്ലാം പറിച്ചോളാൻ. മണ്ട പോയത് എങ്ങനെ ചൂട്ടാ? നീ ഇതുവരെ കൊതുമ്പ് പറിച്ചു കഴിഞ്ഞില്ലേ? വാ വെയിലിന് മുമ്പ് 2 വീട് കയറാം. എന്റെ അമ്മായിരെ എന്തൊരു ചൂടാന്നറിയോ? ചൂടങ്ങി സഹിക്കാൻ പറ്റുന്നില്ല. ആണോ ചൂടുണ്ടോ? പിന്നെ ഞാൻ കൊടൈക്കനാലിരിക്കുന്നു, ഇങ്ങോട്ട് വന്നേ. ഒരു കാര്യം ചെയ്യും, ഈ പിരിച്ച പൈസ എന്റെ വെച്ചോ. എന്റെ പൊന്നോ വേണ്ട, എന്നിട്ട് വേണം ഞാൻ കോടതി കയറാം. നീ ഇങ്ങോട്ട് വന്നേ. എന്തുവാണാ പഴുത്തു തൂങ്ങി കിടക്കുന്നത്? അതല്ലാണ മാങ്ങയാണ പഴുത്ത് വെക്കുന്നുണ്ടില്ലേ? അങ്ങനെ ഒരു കാര്യം. ഇവിടെ ആരെയും കാണുന്നില്ല, ഇവിടെ ആരും ഇല്ലേ? ചേച്ചിയെ നീടെ പോയി കിടന്നേ. സൂപ്പർ പുളിയുള്ള മാങ്ങയാണോ? ഞാൻ നല്ല പൊളിച്ച തെറിയും പൊളിച്ച് പറയും. വൈകുന്നേരത്തിന് വരുമ്പോ 10,000 രൂപ ഒപ്പിക്കണ്ടേ? ഇങ്ങോട്ട് വന്നേ. വിളിയടാ ഒന്ന് ആത്മാർത്ഥയായിട്ട്. അണ്ണാ 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 അണ്ണാച്ചി. അണ്ണാച്ചിയോ? അതാരെ? അല്ല ചേച്ചിയെ. ആ അണ്ണാ ചേച്ചി. ഹാ, മോൻ ഇവിടെ വന്ന് നിൽക്കായിരുന്നോ? എത്ര നേരമായിട്ട് ഞങ്ങൾ കിടന്ന് വിളിക്കുന്നത്. അച്ഛനില്ലേ മോനെ വീട്ടില്? അന്ന് വിളിച്ചേ. ഞങ്ങളേ പുത്തൻകുളങ്ങര അമ്പലത്തിൽ നിന്ന് ഉത്സവപ്പുരന് വന്നതാ. എത്ര രൂപ എഴുതണോന്ന് ചോദിക്കാനാ. അച്ഛനെ വിളി. ഇവിടെ ആരുമില്ല, ഇവിടെ ആരുമില്ല. ആരുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇവൻ ആരാടാ ഈ വീട്ടിലെ? ഇവനെ ആരോ എന്തോ പറഞ്ഞു പഠിപ്പിച്ചു വെച്ചേക്കുന്ന കൂട്ടില്ല നിനക്ക് തോന്നി? ടേപ്പ് റെക്കോർഡ് വല്ലോ അവൻ. എനിക്കറിയാമോ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഉണ്ടോ പിള്ളേര്? ഒരു വെടിക്കെട്ട് മൊണ്ണാനവനില്ലയോ? തന്നടാ. അമ്പലമോ? ഏതമ്പലം? എനിക്ക് പേടിയാ. പേടിക്കാൻ എന്താ? നിന്നെ തൂക്കി കൊല്ലാൻ വല്ലതും വന്ന ഞങ്ങള്? പോത്തൊക്കെ ഉണ്ട്. പോത്തിന് എന്താ പൊന്നു പോലെ ഒരു പുത്തൻകുളങ്ങര അമ്പലത്തിൽ ഉത്സവമല്ല, ഭീമാക്കളുടെ ഉറൂസ് അല്ല കേട്ടോ. ഇവനൊന്നും പുറലോകമായിട്ട് യാതൊരു ബന്ധമില്ലെന്നാ തോന്നുന്നത്. ഇതിനകത്ത് ഇങ്ങനെ അടച്ചു മൂടിയിരുന്ന ഇവനൊക്കെ കാറ്റും വെളിച്ചവും കിട്ടുമോ? എനിക്ക് മനസ്സിലാവാ. ഇനി വല്ല വെറുവും കൊല്ലം വീർപ്പിച്ചിട്ട് കാറ്റ് വെച്ച് മോന്തയ്ക്ക് വിടുവോ? ഇവനെ കൊണ്ട്. എടാ മോനെ, നിന്റെ പേരെന്തോടാ? കിച്ചു. കിച്ചു, നീ ഇപ്പൊ എന്താ ചെയ്യുന്നേ? ഞാൻ ഭിത്തി ചാരി നിക്കുവാ. ആ ഭിത്തിയച്ചാരി നിൽക്കുന്ന കാര്യമല്ലടാ ഞാൻ പറഞ്ഞത്. നീ പഠിക്കുന്നുണ്ടെങ്കിൽ അത് എന്തിനാ പഠിക്കുന്നേന്നാ ചോദിച്ചേ. ഞാൻ PSC പഠിക്കുവാ. PSC പഠിക്കും. എന്റെ പൊന്നാണ് ലോകത്തുള്ള സകലമാന മുതുവാനങ്ങളും പറയുന്നത് PSC പഠിച്ചോന്ന്. അതും കാര്യമില്ല, അവൻ പഠിക്കെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ. നീ PSC പഠിക്കൂ? PSC ഫുൾ ഫോം വന്നു നീ വെപ്രാളം പിടിക്കുക. അവൻ പറയട്ടെ. പാൽ സൊസൈറ്റി ചെയർമാൻ. പാൽ സൊസൈറ്റി ചെയർമാൻ. ഞാൻ അപ്പോളെ പറഞ്ഞില്ലേ അവൻ പാറ്റാൻ പോവാണ്. എടാ വല്ല തായക്കടയിലും പോയി വിഴുന്നുടക്കി തുളയിടാ പോയില്ലേ. എടാ മോനെ, നീ അല്ലാതെ ഈ വീട്ടിൽ ഉത്തരവാദിത്തപ്പെട്ട ആരുമില്ലേ? ഉണ്ടെങ്കിൽ അവരെ ഒന്ന് വിളിച്ചേ, സംസാരിക്കാനാ. ചേട്ടനുണ്ട്. എന്നാ ചേട്ടനെ വിളി. ചേട്ടനുണ്ടെന്ന്. ചേട്ടൻ ഉണ്ടായിരുന്നാ നമ്മൾ ഇത്ര നേരം ഈ പഴഞ്ചൂട്ടി എന്നെ എടുത്ത് സംസാരിച്ചിരുന്നത്. ചേട്ടനുണ്ട്, അവനെ വിളി. അവൻ വരട്ടെ. ചേട്ടാ. ഞാൻ വെള്ളം കുടിച്ചിട്ട് 4 ദിവസമായി തോന്നുന്നു. ചേട്ടാ. ചേട്ടാ. വിളിച്ചോ? ശ്രദ്ധിക്കണ്ടായോ? എത്തിക്കണോ? ചേട്ടാ. ചേട്ടാ ഇവിടെ അല്ല, ഒരു പിരിവിന് വന്നാ പറഞ്ഞു. നമ്മൾ ഉത്സവത്തിന് പോണോ? അല്ല, ഉത്സവം ഇങ്ങോട്ട് വരും. എനിക്കുന്നവന്റെ അമ്മാച്ചനാന്നല്ലോടാ ഈ വന്നവൻ. അതെ, ഇതൊരു കുഴക്കട്ട മോറൻ, മറ്റവനാണെങ്കിൽ ഒരു പഴഞ്ചുട്ടി. രണ്ടും കൂടെ ഒരു വീട്ടില്. നല്ല കോമ്പോ. അടിപൊളി. നീയും PSC ആണോ? ഞാനും PSC. PSCയുടെ ചെയർമാനാ ഈ നിക്കുന്നേ. എനിക്ക് ഉളക്കധികം. നീ പോകണ്ട, നീ പറഞ്ഞിട്ട് പോയാ മതി. PSCയുടെ ഫുൾ ഫോം. PSCയുടെ ഫുൾ ഫോമോ? PSCയുടെ ഫുൾ ഫോം എനിക്കറിയാം. ചെയർമാൻ പറഞ്ഞതിനകത്ത് ഞങ്ങൾ സംതൃപ്തരാ. നിനക്കറിയോ PSCയുടെ ഫുൾ ഫോം എന്തുവാന്ന്? ഒന്ന് പറഞ്ഞേ. പാകിസ്ഥാൻ സ്കൂൾ ഓഫ് ക്രിക്കറ്റ്. ചേട്ടൻ പറഞ്ഞ ശരിയാ. ബെസ്റ്റ്. PSC പാകിസ്ഥാനിലും ഉണ്ട്. എന്ത് മനസ്സിലായി? ഒരു കുന്തോ അറിയത്തില്ലെന്ന് മനസ്സിലായി. എനിക്ക് മരുന്ന് കഴിക്കണം ചേട്ടാ. മക്കളെ അവിടെ നിന്നേ പോവാതെ. നിന്നെയൊക്കെ ഇങ്ങോട്ട് അടച്ചു വിട്ട ഒരു ചെയർമാൻ ഉണ്ടല്ലോ, എനിക്ക് അങ്ങേരെ ഒന്ന് കാണുന്നുണ്ട്. ഒരു വെറ്റില അടക്കാൻ വെച്ചെന്ന് തൊഴാനാ. എന്താ അങ്ങേരി? കല്യാണത്തിന് പോയി. എനിക്ക് ശർക്കര വരട്ടിയൊക്കെ കൊണ്ടുതരും. നിനക്ക് മാത്രമോ? എനിക്ക് കൊണ്ടുവരും. എന്തായാലും വന്നത്. നീ ഒരു 1000 രൂപ എഴുതിയിടും. കിട്ടിയാ കിട്ടി, അല്ലാതെ ഇപ്പൊ എന്ത് പറയാനാ? 1000 എഴുത്. 1000 രൂപ എഴുതാൻ പോവാ. മക്കളെ, നിങ്ങളുടെ വീടിന് തൊട്ടപ്പുറത്ത് പുത്തൻകുളങ്ങര എന്ന് പറഞ്ഞൊരു അമ്പലമുണ്ട്, കേട്ടിട്ടുണ്ടോ? അവിടെ എല്ലാ കൊല്ലവും ഉത്സവവും ഉണ്ട്, കേട്ടിട്ടുണ്ടോ? ഈ അവിടുന്ന് ഈ പാട്ടൊക്കെ കേൾക്കുന്നേ, അത് കേട്ടിട്ടുണ്ടോ?
അതെങ്ങനെ ജനല് തുറന്നിട്ടാലല്ല അതൊക്കെ കേൾക്കത്തുള്ളൂ. അവിടെ ഉത്സവം ഉണ്ട് എല്ലാ കൊല്ലവും, കാണാറുണ്ടോ? കണ്ടിട്ടുണ്ട്. ഉത്സവം എങ്ങനെ കണ്ടിട്ടുണ്ട്. കണ്ട്? V1 ലൈവ് സംപ്രേഷണം ഉണ്ടായിരുന്നു. ആ ജീവിയിലൊന്നും കണ്ടിട്ട് കാര്യമില്ല മോനെ. ഈ വീടിനകത്ത് ഇങ്ങനെ അടച്ചു പൂട്ടിയിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല മക്കളെ. വെളിയിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങി 4 ആളെയൊക്കെ കണ്ട് ഉത്സവത്തിനൊക്കെ ഒന്ന് വന്ന് പിന്നെ അതേപോലെ ഈ ആഘോഷങ്ങളിലൊക്കെ പങ്കെടുത്താൽ, അല്ലാതെ ഇതിനകത്തൊക്കെ അടച്ചു മൂട്ടിരുന്നിട്ട് എന്താ കാര്യം? അതല്ലേ ലോകം. അല്ലാതെ ഈ വീടിനകത്ത് ഈ കാറ്റും വെളിച്ചം ഒന്നും കയറാതെ ഇവിടെ ഇരുന്നിട്ട് എന്തോ പ്രയോജനമോ മക്കളെ നിങ്ങൾക്കുള്ളത്? ആളുകളെ കാണാൻ പോയി കഴിഞ്ഞാൽ ആര് വിളക്ക് തീരും. ആര് മരുന്ന് കഴിക്കും? ആ ശരി മക്കളെ, എന്നാ ഞങ്ങൾ അങ്ങോട്ട് പോവാ. ആ ജനലും കഥമൊക്കെ വല്ലപ്പോഴും തുറന്നിട്. നല്ല സുന്ദരമായ കിളികളുടെ സൗണ്ടും പാട്ടും ഈ പ്രകൃതി സൗന്ദര്യവും ഒക്കെ ആസ്വദിക്കാം. കുറച്ച് എന്നാ- മിന്നാമിന്നെങ്കിലും ആ, അതെ. വെളിച്ചമെങ്കിലും കിട്ടും. വെളിച്ചമെങ്കിലും കിട്ടും. ഒരു കാര്യമില്ല. വാ ഏട്ടാ. കിണ്ടി കഴി വെച്ചോ. വഴി കിട്ടിയതാ. എന്നാ പൂജാമുറി കാണുക. ഒരു വീട്ടിൽ 2 PSC, പാകിസ്ഥാൻ PSC, ഒരു ഇന്ത്യൻ PSC. ഇതേപോലെ 2. ഒന്നും പറയാനില്ല അമ്മാരെ പറ്റി. അമ്മമാർക്ക് വിളക്ക് കത്തിക്കണമെന്ന് ആ കിണ്ടി എത്തമാരെ മോന്തക്ക് വെച്ചേരിക്കാം. ഇന്ത്യക്കറിയണ്ട അവനെയൊന്നുമില്ല. അവനെയൊക്കെ സൃഷ്ടിച്ച വലിയ ചെയർമാനില്ലേ, ആ. അയാളെ വേണം. എന്നാലും എനിക്ക് ചിരി വരുന്നത് പാകിസ്ഥാൻ സ്കൂൾ ഓഫ് ക്രിക്കറ്റ് ഒരുത്തരാതെങ്കിൽ പാൽസ് സിറ്റി. അല്ലാതെ. അല്ല, എന്നാലും എനിക്കൊരു സംശയം. ശരിക്കും നിനക്കറിയാവോ PSCയുടെ എനിക്ക് ആ. 3-3.5 കൊല്ലമായിട്ട് PSC പഠിക്കുന്ന എന്നോട്. എടാ, നിന്റെ 3-3.5 കൊല്ലത്തെ എക്സ്പീരിയൻസ് അല്ലേ ചോദിച്ചത്. നിനക്കറിയാമെങ്കിൽ ആ PSCയുടെ ഫുൾ ഫോം എന്ന് പറ. ചേട്ടാ അത് വീട് നമുക്ക് 10 വീട് കയറാം. അത് നമുക്ക് സൗകര്യം പോലെ 10-11 വീട് കയറാം. നീ ഇപ്പൊ ഇത് പറഞ്ഞിട്ട് പോ. ചേട്ടാ PSC ആ അല്ലേ? ആ ഏ? ആ പാം ഓയിൽ ശുദ്ധീകരണ കമ്പനി. പാം ഓയിൽ ശുദ്ധീകരണ കമ്പനി. പോയിക്കോണം അവിടുന്ന്. ഇതിലും ഭേദം ആ പാകിസ്ഥാനി ആയിരുന്നേ. ആണോ ഒരു ചാൻസ് തരൂ. ആ ഒന്നുകൂടെ തരാം. പോടാ.